ഓക്കെ ബൈ. ഓ ഇങ്ങനെ എന്തോ ഒരു വീഡിയോ എടുത്തിട്ടുള്ള പോലെ വണ്ടി ഇതേ പോകണുണ്ടോ. വണ്ടിയുടെ അല്ലറ ചില്ലറ പണിയൊക്കെ നമ്മൾ ചെയ്തായിരുന്ന വർക്ക്ഷോപ്പാണ് ഇതാ കാണുന്നത്. അപ്പോൾ ആ വർക്ക്ഷോപ്പിൽ ഇട്ടിട്ട് തന്നെയാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ പണിതത്. ഇപ്പോൾ ഒരു സൈഡ് തന്നെ 1300 കിലോമീറ്റർ ഉള്ള സൈഡിലേക്കല്ലേ ഓട്ടം വരുന്നത്. അപ്പോൾ കിച്ചൺ എന്തായാലും മസ്റ്റാണ്. വണ്ടിയിൽ നിന്ന് കളവ് പോയി എന്ന് പറഞ്ഞ ബാറ്ററി നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി മേടിച്ചതിന് ശേഷം ഒരു കംപ്ലൈൻറ്റ് ഒരു കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. വണ്ടി അന്നത്തെ നമ്മളുടെ ലുക്കിനേക്കാളും വേറൊരു ലുക്കിലേക്ക് വന്നു. കാരണം കുറച്ച് എന്തൊക്കെയോ സംഭവങ്ങൾ ചെറിയ മാറ്റങ്ങൾ വന്ന കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചനും കാര്യങ്ങളൊക്കെ ഇവർ രണ്ടാമത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചതിന് ശേഷം സെറ്റ് ചെയ്തത്. ഇത് കണ്ടില്ലേ, ടയറുകൾ നമ്മൾ കൊടുത്തതിന് ശേഷം ഒരു 1,00,000 കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞില്ലേ. 4 ടയർ 1,00,000 കിലോമീറ്റർ കഴിഞ്ഞ ടയറുകളാട്ടോ ഇപ്പോൾ ഇതിനകത്ത് കിടക്കണത്. ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ ടയറുകൾ അപ്പോൾ അടിപൊളിയാണെന്ന് മനസ്സിലായി. ഇതുപോലെ വെള്ളത്തിൻ്റെ സൗകര്യം നമ്മൾ ഉള്ളിലൊരു ജഗ് എടുത്ത് വയ്ക്കല്ലാണ്ട് വേറെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. ഇത് നോക്കി ഇവർ ടാങ്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് ഈ ടയർ ഇങ്ങനെ ആയിപ്പോയി. പുത്തൻ ടയർ ഇൻസ്റ്റോൾ ചെയ്യാൻ പോലും കിട്ടിയില്ല എന്ന് പറയും. AC ഒന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യാറുണ്ട്. 7,27,000 കിലോമീറ്റർ ആയി. MRF കുറവാണോ? അത്ര ഓടി കിട്ടുന്നില്ല. അതെ അല്ലേ. ലോറി കൊണ്ടെടുക്കാൻ ലാഭം പറയാൻ കഴിയില്ല. ഗുഡ് മോർണിംഗ് ഗായ്സ്, ട്രാവൽ പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ് ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു 1 കൊല്ലത്തിൻ്റെ മേലെ നമ്മളുടെ വണ്ടി, നമ്മൾ കൊടുത്ത വണ്ടി ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മണ്ണുത്തിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ വിളിച്ചു. അപ്പോൾ എന്താ പറയുക, നേരെ വണ്ടി കാണാനായിട്ട് വന്നു. 1 കൊല്ലം മുന്നേ നമ്മൾ മരം കയറ്റാൻ ഇവർ തൃശ്ശൂർക്ക് വന്ന സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയി കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ 1 കൊല്ലത്തോളമായി. 2ാമത്തെ ടെസ്റ്റും കഴിഞ്ഞു. അപ്പോൾ ആ പുള്ളി ഇങ്ങനെ വന്നിട്ട് വിളിച്ചിട്ട് നമ്മൾ വിളിച്ചു. അപ്പോൾ അന്ന് കാണണം, എനിക്ക് കാണണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമുക്ക് കാണാൻ ഇപ്പോൾ ഇത്ര കിലോമീറ്റർ വന്നാൽ മതിയില്ല, മണ്ണുത്തി വരെ വരേണ്ട ആവശ്യമുള്ളൂ. ഇവരുടെ അവിടേക്ക് പോയിട്ട് കാണുകയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിലോമീറ്റർ കുറേ പോകണ്ട. പിന്നെ ആ വഴിക്ക് പോകേണ്ട ആവശ്യങ്ങളില്ല. പിന്നെ ഇവർ ഓട്ടത്തിലാവും. അപ്പോൾ എന്തായാലും ദൈവം സഹായിച്ച് വണ്ടി ഒന്ന് കണ്ടു, മൊത്തം കയറി കണ്ടു കേട്ടോ. അപ്പോൾ സന്തോഷം ആയിട്ട് എന്താ പറയുക, വണ്ടിയും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ അടിപൊളിയായിട്ട് നോക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ 2ാമത് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു. അപ്പോൾ ആ അന്ന് മേടിച്ച ചേട്ടന്മാർ തന്നെയാണ് അവർക്ക് അടിപൊളിയാണെന്ന് പറഞ്ഞാൽ. ഇതേപോലെ തന്നെ ഒരു വണ്ടി പാൻറ്റ് വെച്ച് എല്ലാം കൊടുക്കാണ്ട് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പോൾ നീ കൊടുക്കണമൊന്നുമില്ല. ഇപ്പോൾ ഇവർ ഓൾ ഇന്ത്യ പെർമിറ്റും കാര്യങ്ങളൊക്കെ ഇരുന്ന കാരണം അടിപൊളിയായിട്ട് പോകുന്നു. അപ്പോൾ വണ്ടി ബാക്കിലുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവർ മണ്ണുത്തിക്കാണ് വന്നത് കേട്ടോ. മണ്ണുത്തിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ അല്ലറ ചില്ലറ പണിയൊക്കെ നമ്മൾ ചെയ്തായിരുന്ന വർക്ക്ഷോപ്പാണ് ഇതാ കാണുന്നത്. അപ്പോൾ ആ വർക്ക്ഷോപ്പിൽ ഇട്ടിട്ട് തന്നെയാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ പണിതത്. ഇപ്പോൾ പണിതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എയറിൻ്റെ പൈപ്പ് സംഭവങ്ങൾ അങ്ങനെ അല്ലറ ചില്ലറ. നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി മേടിച്ചതിന് ശേഷം ഒരു കംപ്ലൈൻറ്റ് ഒരു കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ കയ്യിലും അത്ര കംപ്ലൈൻറ്റുകളൊന്നുമില്ല. ഇത് വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മൾ എന്നും വീഡിയോ ചെയ്യണ സമയത്ത് അല്ലറ ചില്ലറ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ ഈ വണ്ടിക്ക് എന്നും പണിയാ അങ്ങനെ പറയില്ലല്ലാണ്ട് നമ്മൾ ക്ലച്ച് മാറിയിട്ടുണ്ട് ഒരു പ്രാവശ്യം. പിന്നെ എന്നിട്ട് ആ വീലുകൾ അയക്കാറുണ്ട്, അങ്ങനെ ലൈനിങ് അടിക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞൊരു വണ്ടിയുടെ എൻജിൻ, ഗിയർ ബോക്സ്, ഹൗസിങ്, ഇതൊക്കെയാണ് മെയിൻ പണി. ആ വക സംഭവങ്ങളൊന്നും തൊടണ്ട. ഇതിപ്പോൾ 7,00,000 കിലോമീറ്റർ നമ്മൾ കൊടുക്കുമ്പോൾ 6,50,000 കണ്ട നമ്മൾ കൊടുത്തതെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. അപ്പോൾ നമ്മളുടെ ഇന്ന് മേടിച്ചതിന് ശേഷം 1,00,000 കിലോമീറ്റർ ഇവർ ഓടി. ഇപ്പോൾ 2 കൊല്ലമാവാൻ പോകണു. വണ്ടി അന്നത്തെ നമ്മളുടെ ലുക്കിനേക്കാളും വേറൊരു ലുക്കിലേക്ക് വന്നു. കാരണം കുറച്ച് എന്തൊക്കെയോ സംഭവങ്ങൾ ചെറിയ മാറ്റങ്ങൾ വന്ന കാരണം ഒരു ചെറിയ വ്യത്യാസം തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഗ്ലാസ്സുമ്മ ഒരു പൂവിൻ്റെ ഇത് വന്നു. പിന്നെ മുകളിൽ വേറൊരു എഴുത്ത് വന്നു. പിന്നെ സ്റ്റെപ്പിന് മുകളിലിരിക്കുന്ന വേറെ ഒന്നല്ല കേട്ടോ. ഇവരിപ്പോൾ ടയർ 2 പുതിയതെടുത്തപ്പോൾ 1 കൂടുതൽ വന്നു. ഇനി വീട്ടിൽ ചെല്ലുമ്പോഴാണ് അത് ഇറക്കി വെക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നിലവിൽ ആ ടയർ മുകളിലിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ CCTV ഒക്കെ ഉള്ളിൽ അതേപോലെ തന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സംഭവം. പിന്നെ വണ്ടിയുടെ ഒരേ ഭാഗം പരിചയപ്പെടുത്തി തരാം ഗൈസ്. എനിക്കിത് കാണുമ്പോഴേ ഭയങ്കര ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. നമ്മൾ ഒരുപാട് നാൾ കിടന്നുറങ്ങി എന്താ പറയുക, വണ്ടിയുടെ ഉള്ളിൽ ഫാമിലിക്ക് ആയിട്ട് സഞ്ചരിച്ചിട്ടും അതുപോലെ 1 കൊല്ലത്തോളം ഈ വണ്ടിയിൽ എന്തോരം യാത്ര ചെയ്തു. മറ്റുള്ള ഒരുപാട് വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി കിടന്നുറങ്ങി എഴുന്നേറ്റ് വണ്ടിയുടെ അടുത്ത് തന്നെ വന്ന അങ്ങനെ ഒരു സന്തോഷം ഈ വണ്ടിയിൽ നിന്ന് ഭയങ്കര അധികം ഉണ്ട്. പിന്നെ നമ്മുടെ സ്വിഫ്റ്റാണ്. പിന്നെ പിന്നെ ഒരു യാത്രയ്ക്ക് വേണ്ടി പോകണം. ഇത് പണിക്ക് പോകുന്ന ഒരു വണ്ടിയിൽ നമ്മൾ ഇത്ര നാളിങ്ങനെ കഴിഞ്ഞ് ഇതൊരു ഫീലിങ്സ് ഉള്ളൊരു സംഭവം. നമ്മൾ എത്ര വീഡിയോ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ടെന്നറിയോ? എനിക്ക് തോന്നുന്നു 10, 50, 100 വീഡിയോൻ്റെ മുകളിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. 100 അതിൽ കൂടുതൽ വീഡിയോ നമ്മൾ ഈ വണ്ടിയിൽ ഉള്ളപ്പോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ വീഡിയോ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം നമുക്ക്. ഇപ്പോൾ ഇവർ ഓൾ ഇന്ത്യ പെർമിറ്റിൻ്റെ ഇത് എടുത്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ AIP എന്ന് എഴുതിയിട്ടുണ്ട്. AIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ പെർമിറ്റ് എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ 3554 എന്തോ ഒരു സ്ഥലത്ത് നമ്മൾ ബില്ലടിക്കാനൊക്കെ നമ്പറുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് അറിയാം. 3554. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റൊക്കെ നോക്കി അന്നൊക്കെ നമ്മൾ പുത്തൻ ഭാരത് ബെൻസിൻ്റെ ഒറിജിനൽ സാധനം മേടിച്ചിട്ടുള്ള കാരണം ഒരു തുണ്ട് മങ്ങലോ ഒന്നും ഇല്ലാണ്ട് നിൽക്കണ്ട. എന്ത് സാധനമായാലും അടിപൊളിയായിട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇക്കയുടെ അടുത്ത് പണിത് നമ്മൾ ഇറക്കിയതിനുള്ള
എന്താ പറയുക, ആ ഒരു കാഴ്ചയ്ക്ക് ഇപ്പോഴും വണ്ടി ഒരു തുണ്ട് മങ്ങിയിട്ടില്ല. എല്ലാ ഭാഗമായാലും അഡീഷണൽ ബമ്പർ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ പുതിയ മോഡൽ BS6 പോലെ ആക്കിയിട്ടുള്ളതും എല്ലാം അടിപൊളിയായിട്ട് നിൽക്കണം. നമ്മുടെ എംബിളും കാര്യങ്ങളും സാധനങ്ങളും ഗ്രില്ലും ഒക്കെ അടിപൊളി. ഇത് ഒരു പുതിയത് വന്നിട്ടുള്ള സ്റ്റിക്കറാണ് കേട്ടോ. പിന്നെ അതുപോലെ ഇതൊരു പുതിയത് വന്നിട്ടുള്ള സ്റ്റിക്കറാണ്. പിന്നെ അതൊരു പുതിയത് വന്നിട്ടുള്ള സ്റ്റിക്കറാണ്. പിന്നെ അതും പുതിയത് വന്നിട്ടുള്ളതാണ്. ബാക്കിയൊക്കെ നമ്മളുടെ പഴയത് ഇങ്ങനെ. പിന്നെ AAP സ്റ്റിക്കർ, ബാക്കിയുള്ളതൊക്കെ അമ്മാതിരി തന്നെയാണ് കേട്ടോ. വണ്ടി നിൽക്കുന്ന ഒരു സ്റ്റൈല് കണ്ടു. ഇതിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതേപോലെ തന്നെ ഒരു വ്യത്യാസമില്ല അന്നത്തിൽ നിന്നും. എനിക്ക് തോന്നുന്നു ആകെ ഒരു വ്യത്യാസം സംഭവിച്ചിട്ടുള്ള കളർ ഒരു പൊടി മാറിയിട്ട്. നമ്മൾ ഇതുവരെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മറ്റേ നമ്മളടിച്ചിട്ടുള്ള PU പെയിൻ്റ് ആയിരുന്നു. ഇപ്പോൾ അത് മാറ്റി എനിക്ക് തോന്നുന്നു ആസ്പ പെയിൻറ്റിലേക്ക് മാറി എന്ന് തോന്നുന്നു. മെറ്റാലിക് കളറ് മാറി, പക്ഷേ കളറൊക്കെ സെയിം തന്നെയാണ്. ആ തിളക്കവും കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ അത് കാരണം മെറ്റാലിക്ക് മാറിയെന്നത്. പിന്നെ വണ്ടി ഇപ്പോൾ അവർ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, വണ്ടി കഴുകിയിട്ടൊന്നുമില്ലത്. ഇപ്പോൾ അടുത്ത ലോഡ് കയറ്റാൻ വേണ്ടി പോകാം. ഇപ്പോൾ ഡെയിലി എന്നല്ല, എല്ലാ പ്രാവശ്യവും ഓർണത് ഇവർ പൂന, ബോംബെ, അതേപോലെ സബോള കയറ്റി അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അങ്ങനത്തെ ഓട്ടങ്ങളാണ് കേട്ടോ കൂടുതൽ ഓടുന്നത്. ലോങ്ങാണ് മൊത്തം ഓടണം. അപ്പോൾ ആൾ പറയുക ഡെയിലി എന്നല്ല, എപ്പോഴും ഡെയിലി എന്നാണ് പറയണത്. സാധാരണ എന്താ പറയുക, ഇത്ര പഴയ വണ്ടിയൊക്കെ ഇങ്ങനെ അകലം വഴിക്കെന്ന് പറഞ്ഞാൽ ഫുൾ ലോഡ് കയറ്റിയിട്ട് 1000 കിലോമീറ്റർ 1300 കിലോമീറ്റർ ഒറ്റയടിക്ക് ഓടിച്ചിട്ട് പോരും. അല്ലാണ്ട് സബോളയ്ക്ക് ആകുമ്പോൾ എവിടെ നിർത്തി അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറയാം. അപ്പോൾ നിർത്താണ്ട് അടിച്ച് പൊടിച്ച് ഓടിച്ചിട്ടും ഒരു പ്രശ്നം ഒരു കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ അതേ സൈഡിൽ ഒരു ഇന്ത്യയുടെ ഫ്ലാഗും ഭാരത് ബെൻസ് ഇതൊക്കെ ആദ്യമേ ഉള്ളതാണ്. സൈനൂസിൻ്റെ എംബ്ലവും അഡ്വർടൈസ്മെൻറ്റ് സൈഡിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഗോഡ്സ് ഓൺ കൺട്രി കേരള ഒരു അഡീഷണൽ സ്റ്റിക്കർ, പിന്നെ അവരൊരു ഫോൺ നമ്പറും കാര്യങ്ങളും ഒരു സ്റ്റാറും. ഇത് നമ്മൾ അന്ന് സ്റ്റിക്കറും കാര്യങ്ങളൊന്നും അധികം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ഈ കവറിങ് ഒക്കെ നിൽക്കണം നോക്കിയാൽ ഇപ്പോഴും ആ പഴയ ഒരു സ്റ്റൈലിൽ എത്ര അടിപൊളിയായിട്ട് നിൽക്കണമെന്ന് നോക്കിയാൽ എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്തിട്ടുള്ള ഇതാ. വണ്ടി ഒന്ന് സർവീസ് ചെയ്യാനുണ്ട്, അത് ഇത്ര ലോങ് പോയി വന്നിട്ടുള്ളത് കൊണ്ട് ഉള്ളൊരു ഇതാണ്. പിന്നെ ബാറ്ററി ഈ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ അവിടെ വണ്ടിയിൽ നിന്ന് കളവ് പോയി എന്ന് പറഞ്ഞ ബാറ്ററി. അപ്പോൾ അത് കാരണം ഇപ്പോൾ പുതിയ ബാറ്ററി മേടിച്ചു വെച്ചു. പിന്നെ അത് കൂടാണ്ട് കിച്ചൺ ഇവരുണ്ടാക്കിയിട്ട് നമ്മൾ ഈ ലോങ് ഒന്നും പോകാത്തതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള നമുക്ക് 500 കിലോമീറ്ററിൽ കൂടുതലുള്ള ഓട്ടം നമ്മൾ ഓടിയിട്ടില്ല. 500-600 കിലോമീറ്റർ വരെ മാക്സിമം വൺ സൈഡ് അത്രയുള്ള ഓട്ടങ്ങളാണ് നമ്മൾ ഓടാറ്. പക്ഷേ ഇവരായിപ്പോൾ ഇപ്പോൾ ഒരു സൈഡ് തന്നെ 1300 കിലോമീറ്ററൊക്കെയുള്ള സൈഡിലേക്കല്ലേ ഓട്ടം വരുന്നത്. അപ്പോൾ കിച്ചൺ എന്തായാലും മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചനും കാര്യങ്ങളൊക്കെ ഇവർ രണ്ടാമത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചതിന് ശേഷം സെറ്റ് ചെയ്തത്. ഇത് കണ്ടില്ലേ, ഇത് പുത്തൻ ടയർ ഇപ്പോൾ മേടിച്ചിട്ടതാണ് അവർ. അപ്പോൾ അതിന് ശേഷം ഇതൊക്കെ ഞാൻ പുതിയത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ എയർ കംപ്രസർ, അതൊക്കെ ഈ മണ്ണത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ മാറ്റിയിട്ടുള്ളത്. നമ്മൾ ഒരു പ്രാവശ്യം വഴിയിൽ നിന്ന് മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ എന്താ പറയുക ഇവിടെ വന്നിട്ട് പുതിയത് മേടിച്ചിടുക ചെയ്തത്. ഇതും പുത്തൻ ടയർ തന്നെയാണ്. ടയറുകൾ നമ്മൾ കൊടുത്തതിന് ശേഷം ഒരു 1,00,000 കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞില്ലേ, 4 ടയർ 1,00,000 കിലോമീറ്റർ കഴിഞ്ഞ ടയറുകളാട്ടോ ഇപ്പോൾ ഇതിനകത്ത് കിടക്കണത്. ഇനിയും മൂടും, ഇപ്പോഴും ഫുള്ള് കഴിഞ്ഞിട്ടില്ലേ കണ്ടോ. അപ്പോൾ ഈ 4 ടയർ, ബാക്കിയുള്ള ടയറുകളൊക്കെ പുതിയത് എടുത്തു എന്ന് പറഞ്ഞു. അല്ലാത്ത പുതിയത് എടുക്കല്ല, റീസോൾ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ ബാക്കിയുള്ള ടയറൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ കൊടുത്ത ടയർ 1,00,000 ഓടി. അത് ബ്രിഡ്ജിസ്റ്റോണിൻ്റെ ടയറുകൾ അപ്പോൾ അടിപൊളിയാണെന്ന് മനസ്സിലായി. ഇത് ആളെടുത്തിട്ടുള്ള ടയറാണ്. ഇത് നമ്മളുടെ ടയറിന് ശേഷം എടുത്തിട്ടുള്ള ടയർ ഇങ്ങനെ നിൽക്കണേ. പക്ഷേ നമ്മൾ കൊടുത്തപ്പോൾ ഉള്ള ബ്രിഡ്ജിസ്റ്റോണിൻ്റെ അപ്പോളയുടെ ടയർ നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഇത്ര കട്ട തന്നെയുണ്ട് ഇപ്പോഴും അതിൻ്റെ. അപ്പോൾ അതിൻ്റെ വ്യത്യാസം ബ്രിഡ്ജിസ്റ്റോൺ അടിപൊളിയാണെന്നുള്ളതാണ് കേട്ടോ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഓൾ ഇന്ത്യ പെർമിറ്റിൻ്റെ ഒരു ഇത്. പിന്നെ ഇവർ മറ്റേ ഹൈടെക്കിൻ്റെ ഒരു ബോഡി കൊടുത്തിട്ടുണ്ട്. കാരണം ഈ സബോളയൊക്കെ കയറ്റി വരുമ്പോൾ വെയിറ്റ് കുറവും ഹൈറ്റ് ലോഡും ആവുമല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഹൈടെക്ക് ഇല്ലെങ്കിൽ പറ്റില്ല. പിന്നെ അതൊക്കെ ആ മിററൊക്കെ ഞാൻ ആലോചിക്കുക, നമ്മൾ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുണ്ടാക്കിച്ച് ഷേപ്പ് ഉണ്ടാക്കി തന്ന സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ. പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ സൗകര്യം നമ്മൾ ഉള്ളിലൊരു ജഗ് എടുത്ത് വയ്ക്കുക, അല്ലാണ്ട് വേറെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. ഇത് നോക്കി ഇവർ ടാങ്കും സംഭവങ്ങളൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഹൈടെക്ക് വന്നപ്പോൾ തന്നെ വണ്ടിയുടെ ഇതൊക്കെ മാറി. ഇതിപ്പോൾ പൊടിയായിട്ട് ആകെ ഇതായിട്ടാണ് ഇരിക്കണം. പിന്നെ ഇതിൻ്റെയൊക്കെ കളർ മാറ്റിയത്. ആദ്യം നമ്മളുടെ ഇതിന് കളറൊക്കെ മഞ്ഞയായിരുന്നു. പിന്നെ ഈ ലൈറ്റ് മാറ്റിയതെന്ന് തോന്നുന്നത് ഒരു പുത്തൻ പോലെയാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ ഒരു ഗില്ലടിച്ചു. പിന്നെ എന്താ പറയുക, അങ്ങനെ അല്ലറ ചില്ലറ വ്യത്യാസങ്ങൾ, അല്ലാണ്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല. സ്റ്റെപ്പിന് മാറ്റിയിട്ടാണ്. സ്റ്റെപ്പിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗത്ത് ഈ സൈഡിലായിരുന്നു തന്നെ, അത് മാറി ഇപ്പുറത്തെ ഭാഗത്തേക്ക് വന്നു. ഈ ഒരു ടയർ ഡിസ്ക് എന്തോ മാറിപ്പോയിന്ന് അവർ ടയർ നിറയ്ക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് ഈ ടയർ ഇങ്ങനെ ആയിപ്പോയി. പുത്തൻ ടയർ ഇൻസ്റ്റോൾ ചെയ്യാൻ പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നാശമായിപ്പോയി. അത് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ സൈഡിലാണ്, ഇതാണ് ഞാൻ പറഞ്ഞ ബ്രിഡ്ജിസ്റ്റോണിൻ്റെ ടയറുകൾ. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചതിന് ശേഷം റീസോൾ പോലും ചെയ്തിട്ടില്ല കണ്ടോ. അതേപോലെ 1,00,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ടയറുകളാണ് കേട്ടോ ഈ ബ്രിഡ്ജിസ്റ്റോണിൻ്റെ. ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുത്തിട്ടുള്ള 4 ടയറാണ്. ഇത് കണ്ടോ, ഇതൊന്നും ഇപ്പോഴും തേഞ്ഞ് തീർന്നിട്ടില്ലാന്ന്. മറ്റത് MRFൻ്റെ ഇതേപോലെ മേടിച്ചിട്ടുള്ള ടയർ കഴിഞ്ഞിട്ടും ഈ ടയർ തീർന്നിട്ടില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അത്ര
ബെസ്റ്റാണ്. പിന്നെ മെക്കാനിക്കൽ പറഞ്ഞില്ല, മെക്കാനിക്കൽ ഭാഗമോ അല്ലെങ്കിൽ വേറെ യാതൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ വേറെ യാതൊന്നും ഇല്ല. പിന്നെ എന്താ പറയുക, ഇതും ഇങ്ങനെ 3 കളറ്. അത് അന്ന് നമ്മൾ ഫസ്റ്റ് ഇതിന് വന്നപ്പോൾ നമ്മൾ കണ്ടായിരുന്നു ഈ 3 ലൈൻ ഇങ്ങനെയായിട്ട്. അത് മാത്രമാണ് ഒരു വ്യത്യാസം. പിന്നെ ഇപ്പോൾ എന്താ പറയുക, വണ്ടിയുടെ ബാക്കിയുള്ള വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആളോട് ചോദിച്ചു നോക്കി ഓരോരോ കാര്യങ്ങൾ, വണ്ടിക്ക് മൈലേജ് എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ വേറെ വല്ല പനി വന്നോ കാര്യങ്ങൾ വന്നോ നമ്മളൊക്കെ ചോദിച്ചു വയ്ക്കാറാണ്. ഒരു പ്രശ്നമില്ല, അടിപൊളിയായിട്ടാണ് പോണത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇപ്പോൾ പോണത് അച്ഛനും മോനും കൂടിയിട്ടാണ്, 2 പേരുമാണ് ബോംബെ ട്രിപ്പൊക്കെ പോണത്. അപ്പോൾ അവർ 2 പേരും ഉണ്ടിട്ട് അവിടെ വണ്ടി പണിയുന്നോടത്തേക്ക് പോയിക്കായിരുന്നു. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഉൾവശം. നമ്മുടെ AC ക്കൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ തണവ് കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അത് കാരണം അതൊന്ന് നോക്കിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇന്ന് നമ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ റിവേഴ്സ് ക്യാമും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അടിപൊളിയായിട്ട് കാണാം. പിന്നെ എന്താ പറയുക, നമ്മുടെ സ്പീക്കറൊക്കെ നോക്കി, സെറ്റൊക്കെ നമ്മൾ അന്ന് അധികം വിലയുടെ ഒന്നുമല്ല കേട്ടോ, ഒരു നോർമൽ കണ്ടീഷനിലുള്ള സാധനമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ 2-2.5 കൊല്ലം 3 കൊല്ലത്തിൻ്റെ അടുത്തായില്ലേ, ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ ഓക്കെയാണ്. പിന്നെ ഇപ്പോൾ എന്താ പറയുക, ബാക്കി കിടക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പോൾ 2 പേര് പോകുന്നതുകൊണ്ട് നമ്മൾ അപ്പുറത്തും ഇവിടെ ആയിട്ടാണ് കിടക്കാറ്. പക്ഷേ ഇതിങ്ങനെ കിച്ചൺ ഇവർക്ക് സാധനങ്ങൾ വെക്കാനും അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ആയ കാരണം ഇങ്ങനെയൊക്കെ ആക്കി കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ബാക്കി എല്ലാ സംഭവങ്ങളും അതേപോലെ തന്നെ. ഇപ്പോൾ കിലോമീറ്റർ എത്രയെല്ലാം നിൽക്കണമെന്ന് അറിയോ? കിലോമീറ്റർ 7,27,000 കിലോമീറ്റർ ആയിട്ടുണ്ട് കേട്ടോ. അതാണ് ഇപ്പോഴത്തെ വണ്ടിയുടെ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എന്താ പറയുക, പിന്നെ എല്ലാ ഭാഗങ്ങളും നമ്മളെ കൊടുത്ത പോലെ തന്നെ ഇതിപ്പോൾ സംഭവങ്ങളൊക്കെ അവരിപ്പോൾ യാത്ര കഴിഞ്ഞ് വന്നിട്ടുള്ളത് കൊണ്ടൊക്കെ ഇതൊക്കെ ക്ലീനാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുത്തോ എങ്ങനെയാണോ അതേപോലെ ആയിട്ടാണ് നിൽക്കുക. എല്ലാ കാര്യങ്ങളും അടിപൊളിയാണ് കേട്ടോ. എന്തായാലും ഹാപ്പിയായി വണ്ടി കാണാൻ പറ്റിയത്. ഈശോ വരാം. ചേട്ടന്മാരവിടെ ഉണ്ട്, നമുക്ക് വിശേഷം ചോദിക്കാം. അപ്പോൾ അടുത്ത ട്രിപ്പ് എവിടുന്നാ? അടുത്ത ട്രിപ്പ് എവിടുന്നാ? പാലക്കാടാണോ? പാലക്കാട് വടക്കഞ്ചേരി പോയിട്ട് അത് പിടിക്കാം. ഹസൻ. അപ്പോൾ അതെന്തുട്ടാ സാധനം? എന്തുട്ടാ? പ്ലൈവുഡ് കൊണ്ടാണ് പോണത്. ശരിക്കും പറഞ്ഞാൽ ബോംബെക്കായാലും ഞാൻ പറയാട്ടോ. ലീവ് ആണ്, അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം ലാസ്റ്റ് ആയില്ല. അല്ല ഞാനിങ്ങനെ പറയായിരുന്നേ. അല്ല ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ വണ്ടി ഇതിന്റെ ഉള്ളിൽ കയറാൻ പറ്റില്ലേ? ബോംബെയുടെ ഉള്ളിൽ കയറാൻ പറ്റില്ലേ? അത് ഡൽഹിയിലും പറ്റില്ല. അത് 10 വർഷത്തിൽ പഴക്കം കൂടിയാ അല്ലേ? അങ്ങനെയുണ്ട് അല്ലേ? ആ 2 സ്ഥലത്ത് മാത്രമാണോ ഉള്ളൂ? ആ 2 സ്ഥലമേ ഉള്ളൂ. പിന്നെ ഹരിയാന ഉണ്ടോ സംശയം. അല്ല ഞാനേ ഇപ്പം ഇങ്ങനെ വീഡിയോ ചെയ്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകായിരുന്നേ, നമ്മൾ വണ്ടി എല്ലാ ദിവസവും വീഡിയോ ചെയ്യും വണ്ടിയിൽ പോണ സമയത്ത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഒരു നെറ്റ് ലൂസായ അപ്പോൾ നമ്മൾ പറയും, ഓ വണ്ടിയുടെ നെറ്റ് ലൂസായി. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ഉള്ള ഒരു വണ്ടിയാണോ നീ ഏത് സമയം കാണിക്കണത്? നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടായിട്ടുണ്ടോ വണ്ടി മേടിച്ചിട്ട്? ഇല്ല, അങ്ങനത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമുക്ക് വണ്ടിയിൽ തന്നെ ചെറുപ്രായത്തിൽ തന്നെ വണ്ടി ഫീൽഡാണ്. ചെറിയ പ്രശ്നമൊക്കെ ഇപ്പം നമ്മൾ മനുഷ്യന്മാർ തമ്മിൽ തന്നെ പല സ്വഭാവക്കാരും എല്ലാവരും ഒരേ മാതിരിയാണ്. ഇപ്പം നല്ല ഭംഗിയുള്ള ആളായാലും ഭംഗി കുറവുള്ള ആളായാലും ആരോഗ്യത്തിലാണ് പ്രത്യേകം. അതെ, ഇതിന് ഒരു പ്രശ്നം ഒരു കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. ബാലൻസ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് വിദേശത്തിന് നല്ല ഡെവലപ്പ് ചെയ്ത് ഫസ്റ്റ് ഇറക്കിയ മോഡൽ വണ്ടിയല്ല. അതെ അതെ, ഇത് ഏറ്റവും ഫസ്റ്റ് വണ്ടിയല്ലേ, ഫസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു തൃശ്ശൂരത്തെ ഫസ്റ്റ് വണ്ടിയോ കേരളത്തിലെ ഫസ്റ്റ് വണ്ടിയോ കണ്ടായിരുന്നു തോന്നുന്നത്. എങ്ങനെ എന്തോ പറയണ കേട്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ലാട്ടോ, ഞാൻ അറിയാണ്ട് ഇനി പറഞ്ഞിട്ട് വേണ്ട. സംഭവം അങ്ങനെ എന്തോ ഫസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. ഇത് നമ്മൾക്ക് ഇന്നവരെ ഒരു മുടക്കം വന്നിട്ടില്ല അവിടെ. ടയർ ചൂടായിട്ട് കുറെ ഓടുമ്പോ അങ്ങനെ ഹീറ്റ് ആവില്ല. നമ്മൾ നോക്കാതെ പിന്നെ എത്തട്ടെ എഴുതി ഓടുമ്പോ ചിലപ്പോ ഒന്നോട് കായും, ചിലപ്പോ പഞ്ചറാവും. അത്രേ ഉള്ളൂ. അത്ര ഉണ്ട്. 2-3 അങ്ങനെ പോയി 2 വർഷത്തോളം ആയില്ല. അതിനുശേഷം ഇപ്പൊ 4 ടയർ എടുത്തോ? നമ്മള് 6-8 ടയർ എടുത്തു. 8 ടയർ എടുത്തു. 12 എണ്ണത്തിൽ 8 എടുത്തു. ബാക്കി നമ്മളുടെ തന്നെ അതിലും പൊട്ടിയിട്ടുണ്ട്. ടയർ ഇപ്പൊ നമ്മള് വണ്ടിന് മോശമല്ല. മുമ്പൊക്കെ നമ്മൾ ഒരു MRF അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടയർ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കൊല്ലങ്ങൾ ഉപയോഗിക്കായിരുന്നു. അത് തന്നെയല്ല റീസോളിംഗ് കിട്ടായിരുന്നു. ടയർ കമ്പനീന്റെ അവസ്ഥ എന്താ അറിയില്ല, ടയർ ലൈഫ് കിട്ടണില്ല. ടയർ ലൈഫ് കിട്ടുന്നില്ല. അതിന്റെ ഒരു മാത്രം പരാതിയല്ല, എല്ലാ വണ്ടിക്കാരും പരാതിയാണ്. പഴയ കാലത്തെ ടയറും പഴയ കാലത്തെ ലോഡും വ്യത്യാസമുണ്ട്. അതെ അതെ, അതാണ്. ഇതെന്താണെന്നറിയോ, എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഒക്കെ ടിപ്പറിന് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു 2-3 റീസോളിങ് കിട്ടിയായിരുന്നോർത്ത് ഇപ്പോൾ പുത്തൻ ടയർ ഓടി കിട്ടിയ രണ്ടാമത്തെ റീസോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ റീസോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തട്ട് ഓടി തീരെക്കാളും മുന്നേ ആ ടയർ കുട്ടിപ്പോയി. അത്രയാണ് ലൈഫ് കിട്ടുന്നത്. എന്താണ് അതിൻ്റെ കുട്ടൻസ് നമ്മൾ മനസ്സിലാവുന്നില്ല. പണ്ട് കാലത്തും 3-4 റീസോളിങ് കിട്ടിയായിരുന്ന ടയറാണ് ഇപ്പോൾ ഒറ്റ ഓട്ടം കിട്ടുന്നത്.
അപ്പോൾ എന്ത് ടയർ കമ്പനി ഏത് കമ്പനി എടുത്താലും കണക്ക് തന്നെയല്ലേ, അല്ലാണ്ട് ഇപ്പോൾ MRF ഒന്നുമില്ലല്ലോ. അതായത് ഇപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ലോങ് ചെയ്തിട്ടുള്ളത് ഈ ബ്രിഡ്ജ് സ്റ്റോൺ മെഷീന് അതൊക്കെ തന്നെയാണ്. അതൊന്നും അത്രയൊന്നും ഇല്ല, വളരെ കുറവാണ്. ഏത് MRF ഒക്കെ MRF കുറവാണോ? MRF ഒന്നും അത്ര ഓടി കിട്ടുന്നില്ല. അതെ അല്ലേ. അത് ഒന്നാമത് നമ്മള് കുറ്റം കാണുന്നില്ല മാത്രമല്ല, മറ്റേക്കാട്ടി കുറച്ച് പൈസ കുറവ് തന്നെയാണ്. പൈസ കുറവായാലും നമുക്ക് എത്ര കിട്ടേണ്ട ഒരു പീരീഡ് നമുക്ക് ഒരു സമയം നമുക്കുണ്ടല്ലോ, എത്ര കിലോമീറ്റർ എത്തുന്നില്ല. അതെ, നമ്മളിപ്പോ ഓവർലോഡിന്റെ പരിപാടി ഇല്ല. പാസിംഗ് ലോഡ് ഇപ്പൊ 25 ടണ്ണ് വണ്ടി ആണെങ്കിലും പാസിംഗ് ആണെങ്കിലും ഞങ്ങൾ 25 അകത്തുള്ള ലോഡ് ആദ്യം നോക്കും. പിന്നെ നമുക്ക് വാടക ജാസ്തി ആണെങ്കിൽ ചിലപ്പം ഇപ്പോഴത്തെ കണ്ടീഷനിലേ എന്താ പറയാ, നമ്മളുടെ ഈ ഫീൽഡ് എങ്ങനെയുണ്ട്, ലാഭകരമാണോ നഷ്ടമാണോ നാഷണൽ പെർമിറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ? ഇപ്പോഴത്തെ അവസ്ഥക്കനുസരിച്ച് ലോറി കൊണ്ടെടുക്കാൻ തന്നെ ഒരു നിരക്കും ലാഭം പറയാൻ കഴിയില്ല. നമ്മളിത് സ്വന്തം ഓടിച്ചു കഴിഞ്ഞാലും ആ ഓടിക്കണ കൂലി മാറ്റി വെച്ചിട്ട് വണ്ടിമത്തെ ബാലൻസ് ഒന്നും ആവില്ല. അത് വണ്ടിക്ക് ഈ പുതിയ വണ്ടിയാണെങ്കിൽ അതിന്റെ സർവീസും കാര്യങ്ങളും AMC കാര്യങ്ങളും അങ്ങനെ നമുക്ക് ചെലവ് പോകും. പഴയ വണ്ടി ആകുമ്പോൾ അങ്ങനത്തെ ഒന്നും ഇല്ല, നമ്മള് കാശ് കൈ നിർത്തിട്ട്. അപ്പോ വണ്ടി നന്നാക്കാന്നുള്ള പരിപാടി എത്ര ഓടിക്കും നന്നാക്കാണ്ടാവും. അത് നന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളാ കൂലി മാറ്റി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ ബാലൻസ് ഒന്നുമില്ല. വാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 12 വണ്ടിക്കൊക്കെ 25 ടണ്ണിനൊക്കെ ഒരു 100-120-130 റുപ്യ കിലോമീറ്ററിന് വരണം. ലോങ് ഓടിക്കുമ്പോ ഒരുപാട് ലോങ് ഓടിക്കുമ്പോ കുറച്ച് കുറഞ്ഞോട്ടെ, എന്നാലും 100ന്റെ ഏകദേശം 95-100 വരണം കിലോമീറ്റർ ഓടിക്കും. ഒരു 1000 കിലോമീറ്റർ ഒക്കെ ഓടുന്ന അതിന്റെ മേഖല ഓടുന്ന വണ്ടിയാണ്. അതിന് ചോട്ട് 500, 600, 700, 300. ഈ 500ന്റെ ചോട്ട് ഓടുന്ന വണ്ടിയാണെങ്കിൽ 100ന്റെ മേലൊക്കെ ഒരുപാട് മേലെ നമുക്ക് കിലോമീറ്റർ വാടക വെക്കണ കാര്യമുള്ളൂ. ഇപ്പൊ നമ്മൾ കേരളത്തിന് അതുകൂടി ഓടുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കിലോമീറ്റർ നമ്മൾ കണക്കൂട്ടുമ്പോൾ ഒരു 65, 70, 80 റുപ്യന്റെ ഉള്ളിലൊക്കെ വരുന്നുള്ളൂ. കേരളത്തിലെ ഒരു 100 കിലോമീറ്റർ ഒക്കെ ഓടുന്ന ഓട്ടത്തിൽ. അത് നമ്മൾ ഇങ്ങനെ തമിഴ്നാട് കൂട്ടുകയാണെങ്കിൽ ഇപ്പൊ തമിഴ്നാട് ഒരു 600 കിലോമീറ്റർ അത് അതിന്റെ ചില്ലറൊക്കെ അതിന് മേളിലെ കുറച്ച് മേളിലൊക്കെ വരുന്നുള്ളൂ. അപ്പോ അവിടെ പോകുമ്പോഴും എന്ത് വേണം, ഈ 100ന്റെ ലെവല് 100ന്റെ അടുത്തൊക്കെ ആയിട്ട് കിലോമീറ്റർ വാടക അങ്ങനെ കിട്ടിയാലാണ് കൊണ്ട് നടന്നിട്ട് ബാലൻസ് ഉള്ളൂ. ഞാൻ എന്തായാലും 100ന്റെ ലെവലിൽ തന്നെ കിട്ടണം. 500ന്റെ ചോട്ടയാണെങ്കിൽ ഒരു 150ന്റെ ഒക്കെ ലെവലില് കിലോമീറ്റർ ഒത്തെങ്കിലേ കൊണ്ടുനടന്നിട്ടും പിന്നെ നമുക്ക് ടാക്സും ഇൻഷുറൻസ് എല്ലാം കൂടി ചെയ്ത് കാണും വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവും. ഇത് ഓടിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും പൈസ നമ്മൾ വീട്ടിൽ കിട്ടണം. ആ സംഗതി നടക്കുന്നില്ല. അതിന് എന്തെല്ലാം പരിഹാരങ്ങൾ വണ്ടിക്കാരും എല്ലാവരും ചർച്ച ചെയ്ത് നോക്കുന്നുണ്ട്. ഒന്നും അല്ല, ഈ മറ്റേ ഇത് പറയല്ലേ നമ്മളുടെ എന്താ പറയുക, ഏജന്റുമാര് അവര് ഈ പൈസ ഇതിന്റെ ഇടയിൽ നിന്ന് അടിയാണോ, അതുകൊണ്ടാണോ ഇത്രയധികം ഇതാവാൻ കാരണം? ഏജന്റുമാരോട് നമ്മൾ ലോഡ് എടുക്കുമ്പോൾ ഞങ്ങൾ അവരോട് ആദ്യം ചോദിക്കല്, നിങ്ങള് ഒരു വാടക പറഞ്ഞു, ആ പറഞ്ഞ വാടക ഞങ്ങൾ പോയാൽ മുതലാവില്ല, നിങ്ങളത് കൂട്ടി വാങ്ങി തരണം എന്ന് ഞങ്ങൾ പറയും. എന്നിട്ട് ഞങ്ങൾ ഫോൺ കട്ട് ചെയ്യും. എന്നിട്ട് രണ്ടാമത്തെ 3ാമത്തെ വെളിയൊക്കെ വിളിക്കുമ്പോൾ ചിലപ്പം വേറെ ഏത് വണ്ടിക്കാരെടുത്ത് പോയിട്ടുണ്ടാവും. ഇത് അവര് പറഞ്ഞ വാടക. അതല്ലെങ്കിൽ ആരും എടുത്തിട്ടില്ലെങ്കിൽ അവിടെ ഉണ്ടാവും. നമ്മൾ കൂട്ടി ചോദിച്ചാല് വണ്ടി കിട്ടാത്തൊരവസ്ഥ വരികയാണെങ്കിൽ വരും 3, 4, 5, 6 എത്ര കൂട്ടി തരും. ആവശ്യപ്പെട്ട ഭാഷ കൂട്ടി തരും. വണ്ടി എടുത്ത് പോണതാണ്, ലോഡ് എടുത്ത് പോണതാണ് ഏജന്റുമാരും കുയിലിറക്കണ ഏറ്റവും വലിയ വിഷയം. വണ്ടിക്കാര് അവനാൻ കൊക്കണ പണിയല്ല അവനെടുക്കാൻ പാടുള്ളൂ. ഒക്കാത്തതാണ് ഇങ്ങനെ വിളിച്ചിങ്ങനെ വണ്ടി ഒക്കണില്ലേ അങ്ങനെ വഴിയിൽ നിന്നിട്ട് പോയിട്ട് കാര്യമില്ല. നമ്മള് ഒക്കണ ലെവലില് വാടക നമ്മൾ പിടിച്ച് ഓടിച്ചാൽ മതി. അത് എന്നെ കൊണ്ടും കഴിയുന്നില്ല. ഞാനും കുറെ ബ്രോക്കർമാർക്ക് വിളിക്കുമ്പോ ഒരു ട്രിപ്പ് പറയും, അത് കട്ട് ചെയ്ത് നമ്മൾ എല്ലാ കാലികേഷൊക്കെ കണക്കൂട്ടിന് ശേഷം വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും വിളിക്കുമ്പോ 80% ആ ലോഡ് വേറെ വണ്ടിക്കാരൻ്റെ അടുത്ത് പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മള് ആരെ കുറ്റപ്പെടുത്തുക, വണ്ടിക്കാരൻ്റെ അവസ്ഥ ചോദിക്കുമ്പോൾ പറയും, എടാ എനിക്ക് ടാക്സ് അല്ലെ വീട്ടിൽ ചെലവായിട്ട് ഞാൻ എന്താ ചെയ്യും. അപ്പോ ആരെ കുറ്റം കാണുമ്പോൾ അത് ശരിയാ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ ആവശ്യങ്ങളനുസരിച്ചാണ് വണ്ടിക്ക് വാടക കുറഞ്ഞു പോകുന്നത്. ഇതിപ്പോ നമ്മൾ മെയിൻ ആയിട്ട് സബോളയും പിന്നെ പ്ലൈവുഡോ അങ്ങനെയാണോ? അതെ, സത്യത്തില് ഒരു ടീമിന്റെ ഒരേ ഓട്ടം അവിടെ ഇല്ല. നമ്മൾക്ക് ഏതാ നേക്ക് അത് അതിനാണ് പോകും. അല്ലാണ്ട് മാത്രം ഓടും. മൈസൂരിൽ നിന്ന് ഇവിടെ നിന്ന് ഒപ്പിച്ച് മൈസൂരിൽ നിന്ന് എടുത്തിട്ട് വരും. പഞ്ചസാര ഓടാറുണ്ടോ? പഞ്ചസാര ഓടൂല. പ്ലാറ്റ്ഫോം അതുപോലെ നമ്മൾ വല്ലതും ചെയ്തായിരുന്നു? പ്ലാറ്റ്ഫോം അടിച്ചായിരുന്നു നമ്മൾ ഒരു തവണ അടിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ അതുള്ള കാരണം എന്ത് വേണമെങ്കിലും കയറ്റാന്നല്ലേ? അന്ന് നമ്മളുടെ ഇന്ന് മേടിക്കുമ്പോ കുഴി ഉണ്ടായിരുന്നു, അവിടെ ഇവിടെയൊക്കെ കുഴി ഇതൊക്കെ. അപ്പൊ അവര് എപ്പോഴും പറയായിരുന്നു പായ ഇടണം വണ്ടിക്കുന്നേ. അപ്പൊ ഇതിപ്പോ അതിന്റെ ആവശ്യമില്ല, ഫുള്ള് അങ്ങനെ തന്നെയാ. പരമാവധി ചെയ്ത് ബോഡിന്റെ ശേഷം നല്ല രീതിയിൽ ബോഡിനാണ് പണി.
അപ്പോൾ എന്തായാലും അല്ല എന്തായാലും ഇപ്പോൾ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞു കേട്ടോ, അതായത് നിങ്ങളുടെ വണ്ടി എന്താ പറയുക എന്നും പണിയാണ്, അല്ലെങ്കിൽ അങ്ങനെ വണ്ടി മോശമാണ്. മേടിച്ച ആൾക്കാർ ഇന്നേ വരെ നമ്മുടെ അടുത്ത് നിന്ന് ഒരു വണ്ടി മേടിച്ചിട്ട് ഒരാൾക്കാർക്കും നമ്മൾ മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി വണ്ടി കൊടുത്തെങ്കിൽ ഇവർ വരുമ്പോഴേക്കും നമ്മൾ ഓടി വിളിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ അതിൻ്റെ കുറ്റങ്ങളും കാര്യങ്ങളും പറയണ കേൾക്കണേക്കാൾ നല്ല ഓടി വിളിക്കല്ലേ. നമ്മൾ ടിപ്പറുകൾ ഇന്നേ വരെ കൊടുത്തിട്ടുള്ളൂ, JCB കൊടുത്തിട്ടോ, എന്ത് വണ്ടി കൊടുത്തിട്ടും ഇന്നേ വരെ ആരും ദിവസം കഴിച്ച് അതിന് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ അത് പറ്റിച്ചു എന്നോ പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ എല്ലാ കാര്യം ഇപ്പോൾ നമ്മൾ വണ്ടി മേടിക്കാൻ വന്നപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഇന്നതുപോലെയാണ് ഇപ്പോൾ ഒരു 1.5 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നത്, ഇതാണ് വണ്ടിയുടെ കണ്ടീഷൻ, നിങ്ങൾക്ക് മുതലാവുമെങ്കിൽ മേടിക്കാൻ നമ്മൾ ഇതാണ് റേറ്റിങ്ങിന് പറയുന്നതിൻ്റെ കാരണം നാളെ അല്ല ചേട്ടോ അത് അങ്ങനെ അടിപൊളി സാധനമാണ്, ഇത് നല്ല അടിപൊളി സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇത് മോശമായില്ലോ എന്നുള്ളൊരു തോന്നൽ വരും. ഫോൺ എടുത്തോ, കുഴപ്പമില്ല, ഞാൻ ഇവനായിട്ട് സംസാരിക്കരുത്, ഇവിടെ മോനുണ്ട്, ആളുടെ മോന് കഴിഞ്ഞ വർഷം ബോംബെയിലാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ പോയി കാണുന്നല്ലേ, എങ്ങനെ പരിപാടി ഇഷ്ടപ്പെട്ടോ നാഷണൽ പെർമിറ്റ് പരിപാടി? അതെ, പക്ഷെ എൻ്റെ മോനും തീരെ താല്പര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവന് 24 മണിക്കൂറും ഗെയിം കളിക്കണം എന്നുള്ളൊരു പരിപാടിയുള്ളൂ. ഇത് വണ്ടി എന്താ പറയുക ഉപ്പപ്പോൾ ഒരുമിച്ചുള്ളതുകൊണ്ട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് കൊണ്ട് കിടന്നു കഴിഞ്ഞാൽ ലാഭമൊക്കെയുള്ള പരിപാടിയാണ്. പക്ഷെ അതിന് മെനക്കെടണം, പണിയെടുക്കാനും ഒക്കെ തയ്യാറാണെങ്കിൽ കുഴപ്പമില്ല. മോൻ്റെ പേരെന്തായിരുന്നു? ഷാഫി. അതെ. അപ്പോൾ അവനും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു വണ്ടിയുടെ. അപ്പോൾ വണ്ടിയുടെ ഇപ്പോൾ എന്തിനൊക്കെ പരിപാടികളൊക്കെ പഠിച്ചു. എത്ര നാളായി പോയി തുടങ്ങിയിട്ട്? 5-6 മാസമായി. അപ്പോൾ വന്നാലും ഒരുവിധം കാര്യങ്ങളൊക്കെ പഠിച്ചു. ടയർ മാറ്റാനൊക്കെ എന്തായാലും പഠിച്ചിട്ടോ, ഓടി അതൊക്കെ സെറ്റായി. പിന്നെ ഇപ്പോൾ വേറെ അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും വണ്ടിയുമ്പോൾ വരാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഓട്ടം ഈ ആൾക്കാരെ വിളിക്കാനുള്ളതും വിളിച്ചു ചോദിക്കാനുള്ള സംഭവം അങ്ങനെയൊക്കെ പഠിച്ചോ? അതൊന്നും പെട്ടെന്ന് അത് മെയിനായിട്ട് സംഭവം. കാരണം ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ വാടക പറയാനും ചോദിക്കാനും അതിനൊക്കെയുള്ള അതെ അത് അതെ. ഇപ്പോൾ +2 അല്ലേ കഴിഞ്ഞേ? ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അത് ഓട്ടോമൊബൈൽ അല്ലേ? അപ്പോൾ അത് കൂടി ആയിക്കഴിഞ്ഞാൽ വണ്ടീനെ കുറിച്ച് നമുക്കും ഒരു ധാരണയുണ്ടല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഐഡിയ കിട്ടും. അതെ, അത് നല്ലതാണ്. പിന്നെ ഇനിയിപ്പോൾ വണ്ടി ഓടിച്ചു തുടങ്ങാമല്ലോ, ലൈസൻസ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ആയാലും പഠിച്ചു തുടങ്ങാം. അല്ല ഈ ഹെവിക്ക് ഇനി എത്ര വയസ്സാവണമെന്നുണ്ടോ? അതെ, എനിക്ക് ഓർമ്മയില്ല. അതെ, ഇത് 4 വീലർ എടുത്തിട്ട് അല്ലേ, ലൈറ്റ് വെഹിക്കിൾ കഴിഞ്ഞിട്ട് ഹെവിയിലേക്ക് പോകണമെങ്കിൽ 2 വർഷം. എനിക്ക് ഓർമ്മയില്ല, ഞാൻ പഴയ കാലത്തായാലും നമ്മൾ പണ്ട് എടുത്തിട്ടുള്ള കാരണം മറന്നുപോയി ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും അടിച്ച് പൊളിച്ച് ഓടിക്കുക, ഒന്നും നോക്കണ്ട, എല്ലാം നന്നായി വരട്ടെ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഫുള്ള് അനുഗ്രഹങ്ങളും ഉണ്ടാവും. കാരണം നമുക്കായാലും ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ വണ്ടിയൊക്കെ കാണുമ്പോഴത്തെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. എത്ര നേരം ഞാൻ ഒരു അരമണിക്കൂർ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരുന്നുണ്ടാവില്ല ആഗ്രഹം കാരണം. അപ്പോൾ കുറേ നേരം കയറിയിരുന്ന് വേർത്തപ്പോൾ പിന്നെ എന്നോട് ചോദിച്ചു AC ഇരുന്നത്. ഞാൻ പറഞ്ഞു വേണ്ട, ആഗ്രഹം കൊണ്ടിരിക്കണത്, നമ്മൾ കുറേ കാലം ഇരുന്നതല്ല. അപ്പോൾ ആ ആഗ്രഹം ഈ പറഞ്ഞ പോലെ തീരാത്തോണ്ട് കുറച്ചുകൂടി ഇരുന്നതാന്ന് പറഞ്ഞു. പിന്നെ പൂവും കാര്യങ്ങളുമാണ് അതിനകത്തൊരു സെപ്പറേറ്റ് എനിക്ക് വന്നത് തോന്നുള്ളൂ. വേറെ സ്റ്റിക്കറിൽ പിന്നെ എന്താ പറയുക കാഴ്ചയിലും ഇതിലൊന്നും വലിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടില്ല. കഴിഞ്ഞാ ഫോൺ വിളി കഴിഞ്ഞാ? അടുത്ത പ്രാവശ്യം PU പെയിന്റ് അടിച്ചോളൂ കേട്ടോ, മെറ്റാലിക്ക് PU അടിച്ചോളൂ. അപ്പോൾ അത് അതൊന്ന് വർധനവാണ്. അത് ഞങ്ങളെ ഭാഷയിൽ പറയും ഒക്കെ പഠിച്ചോനോട് ചോദിക്കാൻ പറഞ്ഞു. പഠിച്ചോട് ചോദിക്കലോട് കൂടി നമ്മൾ പ്രവർത്തിക്കും മാറ്റണം. ആടൊക്കെ കൂട്ടി ചോദിച്ച് വാങ്ങി ഉണ്ടാക്കുന്ന സംവിധാനം എല്ലാ വണ്ടിക്കാരും നിലവിൽ വരും. അവരിഷ്ടത്തിന് അവർ വണ്ടി കൊടുക്കണമായി സ്വന്തം എൻ്റെ വണ്ടി ഞാൻ ഓടാൻ കൊടുക്കുക എന്നുള്ള ചിന്തയോടുകൂടി അവർ കൊടുക്കും. വണ്ടി കൊടുക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു. നമ്മൾ അവർക്ക് എന്ത് ചെയ്യുക, ഞങ്ങൾക്ക് ഇത്ര രൂപ വേണമെന്നുള്ള ലെവലിൽ വണ്ടി അവർക്ക് കൊടുക്കും. അവർ പാർട്ടിക്ക് നമുക്ക് വെക്കുന്ന പൈസ വാങ്ങിയിട്ട് അവർക്ക് വണ്ടി കൊടുക്കുക, ലോഡ് ചെയ്യാം. വണ്ടിക്കാർ തയ്യാറാവുക. നമ്മളിപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ എന്തെങ്കിലും ഏതെങ്കിലും കാലത്ത് വാടക കൂടുന്നുള്ള പ്രതീക്ഷയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഓട്ടത്തിന് വണ്ടികൾ എണ്ണം കൂടുതൽ കേട്ടോ, പണിയില്ലാത്ത ആൾക്കാർ വരുമ്പോൾ അവരും അത് നോക്കുകയാണ്. പ്രശ്നമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒക്കാത്തൊരു ബിസിനസ് ഏത് സംഭവം നിർത്തിയും വണ്ടി പ്രസ്ഥാനം നമ്മളെ വീട്ടിലത്തെ പണ്ടോ വീട്ടിലെന്തെങ്കിലും മാറ്റിച്ച് പൈസ എന്തെങ്കിലുമൊക്കെ കടം വാങ്ങിയിട്ടെങ്കിലും വണ്ടി നമ്മൾ നിലനിർത്തും. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഹോട്ടലുകാർ ഇപ്പോൾ ഗ്യാസിന് വില കൂടിയാണ് എത്ര പൈസ ഇന്നും അവർ കുറച്ച് അത് അവരിഷ്ടം. അതുമാതിരി വണ്ടിക്ക് എന്ത് ചെയ്യണം, അത് കൂട്ടണം. അത് വണ്ടി ഓടിക്കണവനും കൂട്ടണം, വിളിക്കണവനും കൂട്ടണം. വിളിക്കണവനും കൊടുക്കണം. ഈ ശരിക്കും പറഞ്ഞാൽ ഡീസലിന് വില കൂടുമ്പോൾ നമ്മൾ എന്താ പറയണമെന്ന് അറിയോ? ഡീസലിന് വില കൂടിയ എല്ലാ സാധനങ്ങൾക്കും വില കൂടും. കാരണം ഡീസലിന് വില കൂടിയ വണ്ടിയുടെ വാടക കൂടില്ലേ, അതുകൊണ്ടാണെന്ന് പറയാം. പക്ഷെ വണ്ടിക്ക് മാത്രം വാടക കൂടുന്നില്ല. അത് മുമ്പ് ഞാൻ ആളായിട്ട് തർക്കിച്ചിട്ടുണ്ട്. ഞാൻ കടയിൽ സാധനം വാങ്ങിയപ്പോൾ എന്തായിട്ട് ഇത്ര വില വെച്ചു, അതിനെന്താ അത്
ലോറി വാടക കൂട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ലോറിക്കാരനാണ് ഞാൻ ചെറിയ പ്രായത്തിലെ ലോറിക്കാരൻ. ഇത് ഞങ്ങളാരോടും ഞങ്ങൾക്ക് വാടക ആരും കൂട്ടി തന്നെ. പിന്നെ നിങ്ങൾ എങ്ങനെ ഇപ്പൊ അങ്ങനെ പറച്ചിൽ വെച്ചു. അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് സാധനം കൊടുക്കുന്ന തന്നെ ആളുകൾ പറഞ്ഞത് ലോറികൾക്ക് വാടക കൂടി, മെറ്റീരിയൽസ് വെള്ളം കൂടി വാടക പൈസ കൂടിയിട്ടുണ്ട്. പഴയ പൈസക്ക് ഇനി തരാൻ പറ്റില്ല. നമ്മളെ പോക്കറ്റിക്ക് എത്ര പൈസ ഒരു മാറ്റമില്ല, വ്യത്യാസമില്ല. ഡീസലിന് ഇത്ര വില കൂടിയിട്ട് കൂടുമ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുക. അതെ അതെ. ഇതിന് എങ്ങനെ ഒരു മാറ്റം വരുത്തൂല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? മാറ്റം വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം വരുത്തൽ അനിവാര്യമാണ്. അതായത് ഈ പ്രസ്ഥാനം നിലനിന്നില്ലെങ്കിൽ ഇതിപ്പോ നമ്മളിപ്പോ ഒരു വണ്ടി ഇതിനിപ്പോ ക്ഷാമതി എല്ലാം കൂടി 19,000 3 മാസം 20,000 കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോ ഗവൺമെന്റിനും നല്ലൊരു കാര്യമല്ലേ. പിന്നെ നമ്മൾ ഇൻഷുറൻസ് അടക്കുമ്പോഴും പിന്നെ ഫിനാൻസ് വരെ തവണ ചെയ്യുമ്പോഴും പിന്നെ ഓരോ സ്പെയർ പാർട്സ് ഡീസൽ ഇതിലൊക്കെ ചെറിയൊരു വിഹിതം. പിന്നെ നമ്മൾ ഒറ്റ പ്രാവശ്യം 30,000 ഡീസൽ അടിക്കില്ലേ, 40,000 അടിക്കുമ്പോൾ എത്ര രൂപ ഗവൺമെന്റ് ടാക്സ് ഇനത്തിൽ തന്നെ കാരണം? ഇതില് നമ്മളെ ഈ വാടക ഒന്നുകൂടി നമുക്ക് ഒക്കുന്ന ലെവലിൽ ഓടിപ്പിക്കുന്ന ലെവലിൽ ഓടാൻ വേണ്ടി ഈ ഉദ്യോഗതലത്തിൽ നിന്ന് എന്തെങ്കിലും സഹായം ഉണ്ടാവുന്ന നിർബന്ധമാണ്. അല്ല അത് വരും, മെല്ലെ മെല്ലെ എല്ലാം ശരിയാവും വിചാരിക്കാം. അല്ലാണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകണ്ടേ? എല്ലാ കാര്യങ്ങൾക്കും നിയമമുണ്ട്. അതെ അതെ. ഒരു സാധനം വിൽക്കണമെങ്കിൽ ഇത്ര ഇങ്ങനെ വിൽക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമമുണ്ട്. നമുക്ക് മാത്രം എന്തില്ല, വണ്ടിക്ക് മാത്രം ഇല്ല. വണ്ടിക്ക് എത്ര കൊടുക്കണമെന്നോ കറക്റ്റ് ഇത്ര കൊടുത്ത് അവർക്ക് നിർബന്ധമായിട്ട്. നമ്മളൊക്കെ വണ്ടി കൊണ്ടു നടക്കുമ്പോൾ ചേട്ടാ, ഞാൻ ആൾക്കാരായിട്ട് ഈ വാടക കേസിൽ പല പ്രാവശ്യം തർക്കിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് നമ്മളല്ലെങ്കിൽ വേറൊരാൾ ഇതിൽ പോടും. അപ്പോൾ പിന്നെ നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകാന്നല്ലാണ്ട് തല്ല് കൂടിയിട്ടൊന്നും വാടക കിട്ടില്ല. അതാണ് ഞാനൊക്കെ അന്ന് മടുത്ത് നിർത്തുകയെന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ നിർത്തി, അതുപോലെ നമ്മളൊക്കെ നിർത്തി വെക്കേണ്ടി വരും. പക്ഷെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ അറിയില്ല. സ്കൂള് കഴിഞ്ഞ ഉടനെ തന്നെ വണ്ടിയാണ്. പിന്നെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ ലോകം മുഴുവൻ പരന്നെടുക്കണമെന്നാണ് കാര്യം. നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം നമ്മൾക്ക് ഇനി എത്ര കാലം വണ്ടി ഷെയറിംഗ് പിടിക്കാനും ബ്രേക്ക് ഔട്ടാനുള്ള ആരോഗ്യം ഉണ്ടാവുക, അതുവരെ നമ്മൾ വണ്ടി ഇവിടെ എല്ലാവരും ഭാഗമില്ല. പിന്നെ വണ്ടിയോടുള്ള ഇഷ്ടം അതാണ് മെയിൻ കേസ്. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി ഭയങ്കര അതെ, അങ്ങനെയുള്ള ആൾക്കാർ ഈ പരിപാടിക്ക് നിൽക്കുള്ളൂ. എങ്ങനെയെങ്കിലും നമ്മൾ ഒരു വണ്ടി പറ്റി കഴിഞ്ഞാൽ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് വേറെ വണ്ടി എടുക്കാൻ നോക്കും. ചേട്ടാ, ഒരു 99% ഈ മേഖലയിലുള്ള ആൾക്കാർ നോക്കിക്കോ, ഒരുവിധ ആൾക്കാരൊക്കെ ലാഭനഷ്ടം നോക്കിയിട്ടല്ല, എല്ലാവരും വണ്ടിയോടുള്ള ഇഷ്ടവും സ്നേഹവും കാരണം മാത്രം ഈ വണ്ടി ഫീൽഡ് കൊണ്ടു നടക്കണം. അല്ലാണ്ട് ഇത് മുഴുവൻ വണ്ടി ഫീൽഡ് മുഴുവൻ ഓടിയിട്ട് ലാഭം ഉണ്ടായിട്ടൊരു കേസാണ്. അത് വണ്ടി കൊണ്ടു നടക്കണം എല്ലാ ആൾക്കാർക്കും അറിയാം. ടാക്സി ഏത് വണ്ടി ആയിക്കോട്ടെ, അതെ അതെ. അപ്പൊ അതുകൊണ്ടാണ് മറ്റുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നല്ലൊരു കാര്യത്തിന് തന്നെയല്ല നമ്മൾ കുടുംബം പോറ്റലുമായി. അതെ, പൊതുജനങ്ങൾക്ക് അതുകൊണ്ടൊരു ഉപകാരം കിട്ടില്ല. അതെ, ഒരു ലോഡ് പിന്നെ സ്ഥലത്തേക്ക് എത്തിക്കേണ്ട ആവശ്യമുള്ളവർക്ക് വണ്ടി അവർക്ക് ആ സമയത്ത് കിട്ടാൻ അവർക്കറിയാം. പിന്നെ തീർച്ചയായും അപ്പൊ ഇത് നിലനിർത്താനും വേണ്ടി ഇതിന് ഒരുപാട് സമ്പാദിക്കാനും നമ്മൾ ആഗ്രഹം. ഒരു ലോറി ഇത്ര ശരാശരി ഒരു ലോഡ് ഇത്ര വാടക കൊടുക്കുക എന്നുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. നിയമതലത്തിൽ നിന്നായാലും ജനങ്ങളുടെ അടിയിൽ നിന്നായാലും. അങ്ങനെയാണെങ്കിൽ അവർക്കും മുതലാവും. എല്ലാം കൂട്ടി വെക്കണില്ലേ? ഒരു ഡോക്ടറെ ഫീസ് നോക്കി നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ ഫീസാണോ? അത് കുറച്ച് പിന്നെ ഗ്രേഡ് കൂടിയ ഡോക്ടറാണോ? അപ്പൊ പൈസ കൂടി. നമ്മുടെ വണ്ടി രണ്ടാമത് പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഗ്രേഡ് കൂടിയ ആൾക്കാർ ലക്ഷം വാടക കൂടുതൽ വേണമെന്ന് പറ, അല്ലാണ്ട് ഇത് മുതലാവില്ല എന്ന് പറയണം ഇനി ആൾക്കാരുടെ അടുത്ത്. അല്ല രക്ഷയില്ലാന്നേ ഇത് പറയില്ലേ. ഇതിനെന്തൊരു കാര്യമാണ്. അതെ, ബോധ്യം വന്നിട്ട് ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാൻ. അല്ലാണ്ട് ഇപ്പൊ എന്നിട്ട് ചെയ്യാം. നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ആഗ്രഹങ്ങൾ കാരണം എല്ലാ ആൾക്കാരും എല്ലാം കൊണ്ടു നടക്കണം. ഇത് ഗവൺമെന്റും ഈ കേരളത്തിൽ മാത്രമാണ് ഈ ക്ഷേമനിധി 3 മാസത്തെ ടാക്സ് ഒക്കെ ഇത്ര കൂടുതലൊക്കെ ഉള്ളൂ. ഈ സാധനമൊക്കെ മറ്റുള്ള സ്റ്റേറ്റിലേക്ക് ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് എന്തോരം വണ്ടികൾ പോകണു. നമ്മുടെ കേരളത്തിലുള്ള വണ്ടിക്കാർ ദുരിതമാണ്. അപ്പൊ അതനുസരിച്ചുള്ള മാറ്റമൊക്കെ ഗവൺമെന്റ് വരുത്തുകയാണെങ്കിൽ ഒരുപാട് രക്ഷപ്പെടും. നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഗുജറാത്തിലൊക്കെ നമ്മൾ ലോറി വാങ്ങുകയാണെങ്കിൽ ഒറ്റ തവണ 15 വർഷത്തെ ടാക്സാണ്. പ്രൈവറ്റ് വണ്ടി പോലെ. എന്നോട് ഗുജറാത്തിലെ ഒരു വണ്ടിക്കാരൻ പറഞ്ഞാണ്, നമ്മൾ ഹുബ്ലി ഒരു തവണ ലോഡ് കിട്ടുമ്പോൾ അവിടെ പയർ ഇറക്കുന്ന വണ്ടി അവരെന്നോട് പറയും ഒരു തവണ ടാക്സ് അതെന്തോ ഒരു 2 ലക്ഷത്തിന്റെ അകത്തോ അങ്ങനെ എന്തോ ഒരു എമൗണ്ടാണ്. അത് അടച്ചു കഴിഞ്ഞാൽ 15 വർഷം ഇയാൾ ടാക്സ് ഒന്നും അടക്കണ്ട, വണ്ടി അങ്ങനെ ഓടുക. അങ്ങനെ അവർ പറഞ്ഞേ, ഞാൻ അനുഭവിച്ചിട്ടില്ല, എനിക്കും അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ചോദിച്ച് ഞാൻ വേറെ ഇന്നെക്കാണ്ട് ഇന്ത്യ അറിയുന്ന ഒരാളെ കൊണ്ട് സംസാരിപ്പിച്ചപ്പോൾ അയാളും പറഞ്ഞത് അതന്നെയല്ലേ. അതിനിപ്പോ പുള്ളും അറിയില്ലല്ലോ, സ്വന്തം വണ്ടിക്കാരൻ നമ്മളെ. നമ്മള് കേരളത്തിന്റെ അവസ്ഥ നോക്കി 3 മാസത്തിന് നമ്മള് കെട്ടിക്കൊണ്ടിരിക്കണല്ലേ. അപ്പൊ നമ്മള് ഇവിടെ ഒരു ഞാനായാലും നിങ്ങളായാലും ഒരു 10 വണ്ടി ഉള്ളത് പെട്ടെന്ന് അവര് വണ്ടി നിർത്താൻ കഴിഞ്ഞില്ല. ഒരു 5 ആളോ 2 3 ആൾക്കാർ വണ്ടി നിർത്തുന്നുള്ളൂ. അത്രയും വരുമാനം കേരളത്തിന് വരുന്ന നിന്നില്ലേ. പിന്നെ അത് തന്നെയല്ലേ ചേട്ടാ, വേറെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ കണ്ടമാനം വണ്ടിയുള്ള ആൾക്കാർ അവരുടെ വണ്ടി 1 2 വണ്ടിയെ കേരള രജിസ്ട്രേഷൻ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പുറത്ത് തമിഴ്നാടും അല്ലെങ്കിൽ സ്വന്തം നാടായ നമ്മുടെ നാടിനുള്ള സ്നേഹം കൊണ്ടും അല്ലാതും പറയും. സ്നേഹമാണ് നമുക്ക് ഇങ്ങനത്തെ അവസ്ഥ ഒക്കാത്ത അവസ്ഥ ആകുമ്പോൾ ടാക്സ് ഒരു വലിയ എമൗണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ മറ്റുള്ള സംസ്ഥാനക്കാട്ടി
ഇപ്പൊ കർണാടകത്തിലാണെങ്കിൽ ഇതിന്റെ ഒരു ഓരി കൊടുക്കണം, ശതമാനം കുറവുണ്ട്. തമിഴ്നാട് കുറവുണ്ട്, മറ്റുള്ള സ്റ്റേറ്റ് ഒക്കെ കുറവുണ്ട്. അല്ല എപ്പോഴും ടാക്സ് കൊടുക്കുമ്പോൾ നമ്മള് കേരളത്തിനോടുള്ള നിലനിർത്തം, ആ വണ്ടി കേരളത്തിലെ നിലനിൽക്കുന്ന ഒരു സ്നേഹം കൊണ്ട് സന്തോഷം കൊണ്ടാണ്. ഇപ്പൊ ബസ്സുകാർക്ക് കൊടുത്തില്ലേ, ബസ്സുകാർക്ക് ഇപ്പൊ കണ്ടമാനം ഇളവ് കൊടുത്തില്ല, 50% കൊണ്ട് ടാക്സിൽ ഇളവ് കൊടുത്തില്ലേ. അതേപോലെ ഈ എന്താ പറയുക നാഷണൽ പെർമിറ്റ് പോലെയുള്ള നമ്മളുടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന വണ്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിലുള്ള കുറവും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം. തയ്യാറാവുകയാണെങ്കിൽ ഈ ഫീൽഡ് ഇനിയും മുന്നോട്ട് വരും. ഒരുപാട് പുതിയ ആൾക്കാരും വരും. എന്ത് ചെയ്യും, നമ്മൾ ഇതിൽ പ്രമേഹം പിടിച്ച മാതിരി, അസുഖം പിടിച്ച മാതിരി ആളായിട്ട് നമ്മൾ പുതിയ ആൾക്കാര് ഇപ്പൊ ഇവനെ പോലുള്ള ഒരു ആളാന്ന് ചോദിക്കുക, ഇവന് ലാഭം, ഇവൻ ഇപ്പൊ വേറെ എന്തെങ്കിലും പണിക്ക് പോയാൽ ഇവന് 1 ലക്ഷം രൂപ കിട്ടാന്ന് വെച്ചാൽ ഇവൻ ഈ പണിക്ക് വരുമോ? പിന്നെ ഇല്ല. അപ്പോൾ അവനെ സംബന്ധിച്ച് വണ്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിലും അവൻ വിചാരിക്കുമോ ഈ അലഞ്ഞിട്ട് ഇത്ര കിട്ടണുള്ളൂ, അപ്പോൾ അത് കാരണം വേണ്ട, അങ്ങനെയല്ലേ മനസ്സിൽ പോകാൻ നോട്ടം. അതാണ് ഞാൻ പറയണത്. അപ്പോൾ അതില്ലാണ്ടിരിക്കണമെങ്കിൽ മാക്സിമം നിനക്ക് ഇപ്പോൾ വേറെ പണിക്ക് പോയി 1 കിട്ടി, ഇതിന് 2 കിട്ടിക്കഴിഞ്ഞാൽ നീ ഇപ്പോൾ ഇത്തിരി അലഞ്ഞാലും കുഴപ്പമില്ല, പൈസ കിട്ടണ്ടല്ലോ എന്നുള്ളൊരു ഇത് വരും അല്ലേ. അതെ. അപ്പോൾ അങ്ങനെ വെച്ച് ഗവൺമെന്റ് എന്തെങ്കിലും ശരിയാക്കും നമുക്ക് വിചാരിക്കാം ചേട്ടാ. ഗവൺമെന്റ് ഇതിന് ഓഫീസിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ ഉണ്ടാക്കും, അതായത് പിന്നെ ഒരു ഓർഡർ പട്ടിക, വാടക ഷീറ്റില്ലേ, അത് അതിന്റെ വാടക പാർട്ടിന്റെ വാങ്ങി കൊടുക്കുന്ന സിസ്റ്റം ഗവൺമെന്റ് ലെവലായിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ പറ്റിക്കാൻ നടക്കാൻ പറ്റില്ല. നമുക്ക് വാടക കിട്ടിയില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ല, അതും കിട്ടും. പറ്റിക്കൽസ് ഒന്നും നടക്കില്ല. നമ്മള് പാർട്ടിക്കാർ എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റിന് ബന്ധപ്പെട്ട് അവരൊക്കെ വണ്ടി വിളിക്കണേ, ഗവൺമെന്റ് ഓഫീസിൽ നിന്ന് നമുക്ക് വിവരം കിട്ടണേ, അവർക്കും വിവരം കിട്ടണേ, നമ്മൾ വണ്ടി കൊടുക്കണേ, പൈസ അവർ വാങ്ങണേ, നമുക്ക് അവരെന്തെങ്കിലും ചെറിയ പ്രോഫിറ്റ് കമ്മീഷൻ തൊട്ടെന്നാലും പറ്റില്ല, നമുക്ക് നല്ലപോലെ വാടക കിട്ടണേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വണ്ടി നിലർത്താം, നമുക്ക് ധൈര്യമായിട്ട് ഈ ഫീൽഡ് കൊണ്ടുനടക്കാം. നമുക്കിപ്പോൾ എന്താ ഒരു ജോലി നിലനിൽക്കുക എന്നുള്ള രീതിയിൽ ഒരു വണ്ടിമേ ആഗ്രഹമുള്ളൂ. അല്ല, ഒരുപാട് വണ്ടി ഓടിക്കാനൊന്നും ആഗ്രഹമില്ല. ഇതിപ്പോ ജോലി നിലനിർത്തി നമുക്ക് എന്താ സന്തോഷമായി കഴിയാം. ഇപ്പൊ ബ്രോക്കർമാർ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഏതെങ്കിലും പൈസ കിട്ടിയില്ല, നാളെ തരാട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ വണ്ടി ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റും, നമ്മൾ അടുത്ത ഓട്ടത്തിന് പോകണ്ടേ. അപ്പോൾ ഇതൊക്കെ പ്രശ്നമാണ്, ഇത് ഭയങ്കര പ്രശ്നം നേരിടുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സഹായം ഉണ്ടായി കഴിഞ്ഞാൽ വണ്ടിക്കാർക്ക് ഒരു വലിയ ഇതാവും. നമ്മൾ തന്നെ ഇതൊക്കെ ഉപേക്ഷിച്ചതിന്റെ കാരണം ഇങ്ങനെ വയ്യാണ്ടായിട്ടാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ ലോറിക്കാരൊക്കെ കൂടിയിട്ട് അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ടാക്സ് കുറയ്ക്കാനുള്ള സംഭവങ്ങൾ ഈ തമിഴ്നാട് അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകളെ പോലെ ലേശമൊന്നും ഇങ്ങനെ എന്തെങ്കിലുള്ള അതിന് നിവേദനം കൊടുക്കുക, അതിന് ലോറി ഓണേഴ്സ് അസോസിയേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ല, എല്ലാവരും കൂടിയൊക്കെ ബന്ധപ്പെട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ മേഖല മുന്നോട്ട് പോയില്ലെങ്കിൽ ഓരോ ആൾക്കാർ ഇപ്പോൾ ആളും ഈ പറഞ്ഞ പോലെ തന്നെ പൈസ ഒരു ഡ്രൈവറുടെ പൈസ എന്നുള്ളതല്ലാണ്ട് പിന്നെ നമ്മുടെ സൗകര്യത്തിൽ ഓടിച്ചാൽ മതി, വേറെ വണ്ടി ഓടിക്കേണ്ട, നമ്മുടെ സ്വന്തം വണ്ടി ഓടിക്കാം, അതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ കൊണ്ട് നടക്കണം. അല്ലാണ്ട് വണ്ടി ഓടിയിട്ട് വലിയൊരു ലാഭം കിട്ടുന്നത് വെച്ചാൽ അതിൽ വണ്ടി ഓടണം. സമയമായില്ലേ, പൊക്കമെന്നോ കുഴപ്പമില്ല, ലോഡ് കയറ്റണ്ട, 5 മണിക്കല്ലേ പോണ്ടേ. അപ്പോൾ കാണാം. ഓക്കെ, ശരി എന്നാൽ കേട്ടാ. ഓക്കെ, ശരി. അപ്പോൾ ഇവർ ലോഡ് എടുക്കാൻ വരണമെന്ന് പറഞ്ഞപ്പോൾ വിളിച്ച സമയത്ത് ഞാൻ വന്നാൽ വണ്ടി ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ വണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ട് സന്തോഷമായി. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ വടക്കഞ്ചേരിയിൽ നിന്നാണ് ലോഡ് എടുക്കണം, അപ്പോൾ വേണമെങ്കിൽ വായോ വണ്ടിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് വണ്ടി ഓടിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കാർ അവിടെ കിടക്കേണ്ട, അത് എൻ്റെ എല്ലാം വീട് പണിയുന്നവർക്ക് പണിക്കാരുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ വേണം. സ്റ്റാർട്ടിങ് ഒക്കെ കണ്ടാ പെട്ടയാണ് കേട്ടോ, ആ ഒരു കിനി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാർട്ടിങ്ങും മൊത്തത്തിൽ ഭയങ്കര ഒരു വികാരമാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഭയങ്കര സന്തോഷമായി എന്തായാലും വണ്ടി കാണാൻ പറ്റിയതിൽ. അപ്പോൾ ശരി, ഓക്കെ ബൈ. ഇങ്ങനെ എന്തോ ഒരു വീഡിയോ എടുത്തിട്ടുള്ള പോലെ വണ്ടി ഇതേ പോണു കേട്ടോ, അജീഷ് കൊണ്ട് പോകണു, അതേ അവർ വണ്ടി കൊണ്ട് പോകണു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. അപ്പോൾ എന്തായാലും ഹാപ്പി, സന്തോഷം. ഇനിയിപ്പോൾ നേരെ വീട് പണിയുന്ന സ്ഥലത്തേക്ക് പോകണം. ഞാൻ കുറേ ദിവസം, എനിക്ക് തോന്നുന്നു 3 ആഴ്ചത്തോളം കണ്ടായി വീഡിയോ ചെയ്തിട്ട് വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീട് പണി നടക്കുന്നവർക്ക് അതിൻ്റെ പണിക്കാർ എല്ലാ ദിവസവും രാവിലെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരമാവും അങ്ങ് തിരിച്ചു പോകുമ്പോൾ മതിലിൻ്റെ പണി അതുപോലെ തന്നെ എന്തൊക്കെ പണിയാണോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ അവിടുന്ന് ഊണ് കഴിക്കാൻ ഗ്യാപ്പ് കിട്ടിയ സമയത്ത് നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നതാണ്. ഇത് മണ്ണുത്തി നമ്മൾ പണ്ട് നമ്മുടെ ഭാരത് ബെൻസ് പണിതുണ്ടായിരുന്ന വർക്ക്ഷോപ്പാണ്, ഇവിടെ ഇട്ടിട്ടാണ് അവർ വണ്ടി പണിയോ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോണത് നമ്മളുടെ വീട് പണിയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. നമ്മളുടെ വണ്ടിയുടെ ഇപ്പോൾ 29,000 സംതിങ് കിലോമീറ്റർ, ഇനി 30,000 അടുത്ത സർവീസ് ആവാറായി. ഇതേ കാണുന്നതാണ് ടോപ്പ് ക്ലീൻ, മണ്ണുത്തി ടോപ്പ് ക്ലീൻ. നമ്മുടെ മാരുതി സർവീസിന് വരാറില്ലേ, അതിൻ്റെ തൊട്ടടുത്തായിരുന്നു ഭാരത് ബെൻസ് പണിതുണ്ടായിരുന്നത്. ഇവിടെ തന്നെയാണ് നമ്മളും പണിയാറ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് പ്ലാക്കാട്ടിൽ ടയർ കട, അപ്പോൾ ഇവിടെ ഇട്ടിട്ടാണ് പണിയുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ അടുത്ത ദിവസം സർവീസിന് കൊണ്ടുവരണം, കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ അത് ചെയ്യണം. പിന്നെ അവിടുത്തെ വീടും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ എത്രത്തോളം പണിയായി എന്നുള്ള കാര്യം കാണിച്ചു തരാം. നേരെ നമുക്ക് വീട് പണിയുന്ന സ്ഥലത്തേക്ക് പോകാം. ഇത് മണ്ണുത്തി ഫ്ലൈ ഓവറാണ് കേട്ടോ. ഫ്ലൈ ഓവർ ഇത് ലൈലൻ്റെ, അശോക് ലൈലൻ്റെ കമ്പനി. അപ്പോൾ നേരെ നമ്മൾ താഴത്തേക്കട ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ വീട് പണിയുന്ന സ്ഥലത്തേക്ക് ഇവിടുന്ന് 6 കിലോമീറ്ററാണ് കേട്ടോ. അവിടെ പണിക്കാർ ഉള്ളത് കൊണ്ടാണ് വേഗം ഓടി പോകുന്നത് കേട്ടോ. നമ്മളുടെ വീട് ആവശ്യമുള്ള ആൾക്കാർക്ക് വിളിക്കാൻ നമ്മൾ ഫോൺ നമ്പറിൽ അടിയിൽ കൊടുക്കാം. മണ്ണുത്തിന്നും ഈ പറഞ്ഞ പോലെ ഒരു 6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തേക്ക് എത്തും കേട്ടോ.
അങ്ങനെ നമ്മൾ നമ്മുടെ വീടിൻ്റെ അവിടെ എത്തിയിട്ടോ. ഇപ്പോഴത്തെ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഏറെക്കുറെ പണിയും കാര്യങ്ങളൊക്കെ തീർന്നു തുടങ്ങി. മതിൽ നമ്മൾ കെട്ടി ഇത്ര ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ഇനി പില്ലറും കാര്യങ്ങളൊക്കെ കെട്ടണം. കാര്യങ്ങളൊക്കെ പകുതി എന്താ പറയുക ഏറെക്കുറെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞു എന്നുള്ളൊരു ഫീൽ വരെ. ഇനിയിപ്പോൾ ഗേറ്റ് വെക്കണം. ഗേറ്റ് ഇതേ അതേപോലത്തെ ഗേറ്റാണ് കേട്ടോ. 4 ഈ ഇതിൽ തുറക്കാവുന്ന പാളിയായിട്ട് തുറക്കാവുന്ന കണ്ടീഷനിലുള്ള ഇങ്ങനത്തെ ഗേറ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കണേ. അപ്പോൾ നമ്മൾ പണിത് വിറ്റ വീടിൻ്റെ ഗേറ്റ് എങ്ങനെയാണോ അതേപോലെ തന്നെ. പിന്നെ ഇതിൽ വേറെ ചെറിയ മതിലുമ വർക്ക് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാണ്ട് പിന്നെ പില്ലറും കാര്യങ്ങളൊക്കെ ഫുള്ള് വർക്ക് ചെയ്ത് തീർക്കണം. പിന്നെ ദേ ഇപ്പോൾ ദേ അവിടെ നിന്ന് മുതൽ തേച്ച് വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക നമ്മുടെ സൈഡും കാര്യങ്ങളൊക്കെ സിമെൻറ്റ് വെച്ച് അടച്ച് അത് ഭംഗിയാക്കി ഓരോരോ ഭാഗങ്ങളും അടിപൊളിയാക്കി കൊണ്ടുവരികയാണ്. ഇപ്പോൾ പുട്ടി വർക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ഉള്ളിലൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നേരെ നമ്മൾ പുറത്തത്തെ പുട്ടി വർക്കും കാര്യങ്ങളും ഇന്ന് വെയിലും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ നേരെ ഫുള്ള് ആ ഒരു പരിപാടിയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ഒരുവിധം 90% കഴിഞ്ഞു. ഉള്ളിലത്തെ പെയിൻറ്റിങ്ങും മൊത്തം കഴിഞ്ഞ് ഇനി ജനലുകൾ പെയിൻ്റ് അടിക്കണം, മൊത്തത്തിൽ വൃത്തിയാക്കണം, ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അതുപോലെ തന്നെ പണി കഴിയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ വയ്ക്കാവുന്ന കണ്ടീഷനിൽ സംഭവം സെറ്റ് ചെയ്യണം. അപ്പോൾ ഓരോ രീതികളെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പെയിൻറ്റർമാരുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രീഷ്യന്മാർ, പ്ലംബർമാരുണ്ട്, പിന്നെ സിമെൻറ്റ് പണിക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഫ്രണ്ടിൽ മതിൽ കെട്ടും കാര്യങ്ങളൊക്കെ ഇതുവരെയായി. ഉള്ളിൽ കണ്ടില്ലേ ഇനി മണ്ണ് നിരത്താനുള്ളതുണ്ട്. അപ്പോൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറെക്കുറെ ഈ പറഞ്ഞ പോലെ തന്നെ വർക്ക് ഒരു 90% കഴിഞ്ഞ രീതിയിലായിട്ട്. ഇതൊക്കെ പിന്നെ പഴയ വീഡിയോകളിൽ കാണിച്ച് പോയിട്ടുള്ള കാരണം തന്നെ അധികം കൂടുതൽ പ്രത്യേകിച്ച് പറയാനുള്ള. ഉള്ളിലത്തെ പെയിൻറ്റിംഗ് ഒക്കെ ഫുള്ള് കഴിഞ്ഞു കേട്ടോ. ഇത് നമ്മൾ മെല്ലോ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ് അടിച്ചിട്ടുള്ളത്. വൈറ്റ് അല്ല, ഒരു വേറെ കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 കൂട്ട് പെയിൻറ്റിങ്ങും കാര്യങ്ങളും സ്വിച്ച് ബോർഡ് പിടിപ്പിക്കലും അതുപോലെ ലൈറ്റ് ഫിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ സൈഡിലെ തേപ്പും കാര്യങ്ങളൊക്കെ ഏതാണ്ട് തീർത്തു. കണ്ടില്ല വാരിക്കുത്തി അവസാനിപ്പിച്ചു. അതുപോലെ തന്നെ അവിടെ തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ഗാർഡൻ സെറ്റിങ്ങും അതേപോലെ ഹാൻഡ് റെയിൽ ഫിറ്റിങ്ങും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്ന് പറയാം. ഇനിയിപ്പോൾ സ്വിച്ച് ബോർഡ് ഒരു 3 സ്വിച്ച് ബോർഡ് കൂടി ഫിറ്റ് ചെയ്യാനുണ്ട്. ബാക്കിയുള്ള ലൈറ്റുകൾ വരെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫാൻ മണ്ടിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ വാഷ് ബേസിൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടേക്ക് വരികയാണെങ്കിൽ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അതിൻ്റെ അടപ്പ് ഫിറ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. സ്വിച്ച് ബോർഡൊക്കെ കണ്ടില്ല, സ്വിച്ച് ബോർഡും സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫ്ലാറ്റാണ് കേട്ടോ. സ്വിച്ച് ഉണ്ടെന്നുള്ളത് അറിയുപോലില്ല, അങ്ങനത്തെ സ്വിച്ചാണ് സംഭവം. പിന്നെ ഇപ്പോൾ നമ്മുടെ ഷവർ, അതുപോലെ തന്നെ ഫുള്ള് ടാപ്പുകൾ, പിന്നെ ക്ലോസറ്റ് ഇതാണ് കേട്ടോ നമ്മുടെ ക്ലോസറ്റ് സാധനങ്ങളൊക്കെ. ക്ലോസറ്റ് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ടാപ്പ് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഇത് കഴിഞ്ഞു, എന്താ പറയുക വാഷ് ബേസിൻ ഉള്ളിലത്തെ കഴിഞ്ഞു. ഷവർ, അതുപോലെ ലൈറ്റിൽ മിറർ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഉള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞു. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളായിട്ടുള്ള അതിൻ്റെ പെഡസ്റ്റലാണ് കേട്ടോ. ആ സംഭവം നമ്മൾ അടുത്ത ദിവസം ചെയ്ത് എന്തൊക്കെ സംഭവങ്ങൾ ചെയ്തു എന്നുള്ളതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ കാണിക്കും കേട്ടോ. ഇവിടെ നമ്മളൊരു ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് മാറ്റിയിട്ട് നമുക്ക് മറ്റേ ലൈറ്റുള്ള ടൈപ്പ് ഒരു മിററും കാര്യങ്ങളൊക്കെയാണ് ഫിറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്വിച്ച് ബോർഡിൻ്റെ ഒക്കെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഇതേപോലെ നിൽക്കുക. സ്വിച്ച് പൊന്തിയിട്ടൊന്നുമല്ല, ലെവലാണ് കണ്ടോ. ഇങ്ങനെയാണ് നിൽക്കുക. സ്വിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് കണ്ടോ ഇങ്ങനെ വർക്കിങ് പൊസിഷനിലേക്ക് മാറുള്ളൂ. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ ക്ലോസറ്റും കാര്യങ്ങളും അതുപോലെ വാഷ് ബേസിനും ഷവറും എല്ലാം ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ കിച്ചണിലാണെങ്കിലും ടാപ്പും സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. കിച്ചണിലെ എവിടെ അത് ടാപ്പ് 2 വെച്ച് അതുപോലെ സീലിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു എക്സോസ്റ്റ് ഫാൻ വെക്കാനുണ്ട്. അതാണുള്ളത്. സീലിങ്ങിലത്തെ ലൈറ്റുകളും സംഭവങ്ങളൊക്കെ വെച്ച് തീർത്തിട്ട് ട്യൂബ് ലൈറ്റ് വെച്ചു. അതുപോലെ ഡോറ് ഇത് വന്നിട്ടുണ്ട്. ഡോറ് സാധനങ്ങളൊക്കെ ഇനി അടുത്ത ദിവസം വെക്കണം. മെയിൻ ഡോർ എല്ലാ വർക്കും കഴിഞ്ഞിട്ടാണ് വെക്കണുള്ളൂ. പിന്നെ അടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതുപോലെ തന്നെ അപ്പോക്സി ഇടാനുള്ള വർക്ക് ഇതൊക്കെയാണ്. ഇത് കണ്ട് നമ്മുടെ ഇവിടുത്തെ മുറ്റൊക്കെ മണ്ണും കാര്യങ്ങളൊക്കെ പോയിപ്പോൾ എല്ലാം അടിപൊളി സെറ്റപ്പായിട്ടാണ്. എല്ലാ കാര്യങ്ങളും ഫുൾ ക്ലീനായി എന്ന് പറയില്ലേ. അടിക്കടെ നമ്മൾ വയറിങ് ചുമരിമലയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. അതുപോലെ തന്നെ കുഴൽക്കിണറിൻ്റെ വയർ ഇവിടെ വരെ കൊണ്ട് നിർത്തി. ഇത് ഇനി നമ്മൾ ഒരു കുഴി എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വിടും. അപ്പോൾ അങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിണറുണ്ടെന്നേ ഉള്ളത് അറിയില്ല, അതേപോലെ ആക്കും. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ തേപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീട് പണിയുമ്പോൾ നമ്മുടെ കട്ടപ്പണി കഴിഞ്ഞ് ബെൽറ്റടി മുതലുള്ള ഫുള്ള് വർക്ക് കട്ടപ്പണിക്ക് വന്നിട്ടുള്ള ചേട്ടനാണിത്. ഈ ചേട്ടന് വേറെ 2 പേര് കൂടി ഉണ്ട്. അപ്പോൾ അവർ ഇന്ന് 2 പേര് ലീവാണ്, അല്ലെങ്കിൽ 4 പേരാണ് സാധാരണ ഉണ്ടാവാറ്. അപ്പോൾ ഇവിടെ അതുപോലെ അതിൻ്റെ തേപ്പ് നടക്കുന്നു. പിന്നെ അവിടെ 2 ചേട്ടന്മാർ അതിൻ്റെ മുകളിലിരുന്ന് പുട്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നിലയും കാര്യങ്ങളൊക്കെ ഇട്ട് ആ ഒരു പണിയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറെക്കുറെ ഈ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ
പണിയുടെ ഒരു 90% കഴിഞ്ഞ് ഇനി കുറച്ച് വൃത്തിയാക്കി ഇവിടെയുള്ള ടൈൽസ് ഒട്ടിക്കൽ അങ്ങനെയുള്ള സംഭവങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 99% കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയാണ് ഇനി കഴിയാനുള്ളൂ. അപ്പോൾ വീട് വേണ്ട ആൾക്കാരുടെ അടിയിലത്തെ നമ്പറിൽ വിളിക്കുക. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ 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 ബൈ.